കതിരൊരുത്തി ഒരുത്തി നിന്നെ പിരിഞ്ഞ നേരത്ത് പൊഴിഞ്ഞതൊക്കെയും പഴില കരഞ്ഞു നീലിച്ച കനവിലൊക്കെയും കരിമുകിലിൻ ചാകര ഈയൊരുത്തി ഇവളൊരുത്തി പാലൊഴുകും ചിരി പരത്തി ഈയൊരുത്തി ഇവളൊരുത്തി പാലൊഴുകും ചിരി പരത്തി ഒരുത്തി നിന്നും അറിഞ്ഞ നേരത്തു വിരിഞ്ഞതൊക്കെയും പൂനില തിരഞ്ഞു പോയൊരാ കടവിലൊക്കെയും നിറമെഴുതിയ താമര ഈയൊരുത്തി ഇവളൊരുത്തി പാലൊഴുകും ചിരി പരത്തി ചോർന്ന നാൾ ഇളം കുയിലിൻ നേർത്തുരീണം ചേർന്ന ചുണ്ടാൽ കോരി നീ തലങ്ങും വിലങ്ങും കോരി നീ ഓർക്കുന്നുണ്ടോ നീ ഓർത്തെടുക്കോ നീ കാണുന്നുണ്ടോ നീ കണ്ടു നിന്നു ഞാനോടും പ്രായം പോയാൽ കാര്യം തീരൂലേ ആ ഒരുത്തി അവളൊരുത്തി കതിരൊരുത്തി ആ ഒരുത്തി അവളൊരുത്തി പാൽ മണക്കും കതിരൊരുത്തി നമ്മുടെ പ്രേക്ഷകർ കാത്തിരുന്ന നിമിഷത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഈ രണ്ട് മൊഞ്ചത്തികളിൽ ഒരു മൊഞ്ചത്തി ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ് ഒരു പെർഫോമൻസ്. അതും ഡ്യൂറ്റ് ആണോ നിങ്ങള്? ഓ ഭാഗ്യവാൻ ഭാഗ്യവാൻ, അതും ദൈവമേ, പൊളിച്ചു പൊളിച്ചു പൊളിച്ചു. അല്ല, ഞങ്ങൾ ഇവിടെ നിക്കണോ പോണോ, എന്താണ് ചെയ്യേണ്ടത്? എന്തായാലും ഇനിയൊരു സോങ് കഴിഞ്ഞിട്ട് വരാം. രണ്ടുപേർക്കും കിട്ടി കേട്ടോ. എന്റെ കൂടെ നടന്നാ ഇങ്ങനെ കിട്ടും. ഇനി നിന്റെ പണിയും കൂടെ എന്റെ കസേര എനിക്ക് തരില്ലേ? കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്നു വെറുതെ പടവിൽ കാത്തിരിപ്പൂവിങ്ങലല്ലേ കാലമെന്നോ മൗനമല്ലേ മൗനം തീരില്ലേ അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം 17 പൗർണമി കാണും മഴകെല്ലാം ഉള്ളൊരു പൂവിന് അറിയാതെ നിന്റെ എന്റെ തലനക്കം പുതുമിനുക്കം ചെറുമയക്കം. അതെ, ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ബിബിൻ ചേട്ടൻ. തട്ടത്തിന്മറയത്തെ പെണ്ണെ നിൻ കണ്ണിലെന്നെ ഞാൻ കണ്ടേ. അല്ല, ഹലോ, ബിബിനാണ് ഡെഡിക്കേഷൻ. ചേട്ടൻ കണ്ണാടി വെച്ചിട്ട് എന്താ കാര്യം? എന്റെ കണ്ണുനീര് അവര് കാണാൻ. സൂപ്പറായിരുന്നു. ഞാനങ്ങ് ഇല്ലാണ്ടായേ. അതാണ്. അപ്പൊ എന്തായാലും സിയയും തന്നെയും നമുക്ക് നല്ല രീതിയിൽ, നമുക്കല്ല ഒരാൾക്കാണ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ, നമുക്കൊരു ഫീൽ ഗുഡ്, വലിയ കുഴപ്പമില്ലാതെ പാടി. ഉഗ്രനായിട്ട് പാടി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പാട്ട് കഴിഞ്ഞതോടുകൂടിയാണ് എനിക്ക് ഒരു ചെറിയൊരു ഏകദേശം മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് തന്നെ ഇങ്ങനെ എന്താ കാര്യം? വെറുതെ ഇവിടെ എല്ലാരോടും നിർബന്ധിച്ചോണ്ടല്ലേ? ഇവിടുത്തെ ഡയറക്ടർ പറഞ്ഞിട്ടാണ്. അല്ലല്ല ചേട്ടാ, അല്ല, അങ്ങനെയാണ് ഗംഭീരായിട്ട് പാടി.
ഒരു സൂപ്പറായിരുന്നു രണ്ടുപേരും. ഞെട്ടിച്ചു കളഞ്ഞു. ആ ഗിറ്റാറിന്റെ ഒരു മൂവ്മെന്റും കാര്യങ്ങളൊക്കെ എന്തായിരുന്നല്ലേ? മൂന്നാമത്തെ പാട്ട് വേറെ ലെവലായിരുന്നു. വേറെ ലെവലായിരുന്നു. ആ ഒരു മൂഡ് ഫുള്ള് കേട്ടോ. ഒരു ഉപദേശം കൂടെ ഞാൻ തരാം. ആ. ആര് നിർബന്ധിച്ചാലും ഡെഡിക്കേഷൻ കൊടുക്കരുത്. ബിബിൻ ചേട്ടന് ഡെഡിക്കേറ്റ് ചെയ്ത് ഇവര് മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. അപ്പം തിരിച്ച് ബിബിൻ ചേട്ടൻ എന്നാ പറയാനുള്ള ഈ ഒരു അവസരത്തില്? രണ്ട് പാട്ടിനേക്കാളും കൂടുതൽ ഹൃദയം കൊണ്ട് പാടിയത് മൂന്നാമത്തെ പാട്ട്. അതെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ആ ഗിറ്റാർ കൊടുത്താട്ടോ തന്നത്. താങ്ക് യു മൈ ഡിയേഴ്സ്. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലെ പാട്ടുകളുടെ സെഗ്മെന്റ് വരുന്നതൊക്കെ വൈറലാ. എക്സാക്ട്ലി. ചില പാട്ടുകൾക്ക് 24 മില്യൺ വരെ കിട്ടിയ ചരിത്രം ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവരും ചരിത്രം തിരുത്തി കുറിക്കട്ടെ എന്ന് ആശംസിച്ചു. അത് പൊളിച്ചു. ചേച്ചി എന്താ പറയാനുള്ള? ഒന്നും പറയാനില്ല. ഇതുപോലെ തന്നെ പാട്ടിനോട് എപ്പോഴും സഞ്ചരിക്കുക. പാട്ട് പഠിക്കുന്നു എന്ന് പറഞ്ഞില്ലേ രണ്ടുപേരും. ഇനി നന്നായിട്ട് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുക. ഈ നിങ്ങളുടെ ജീവിതത്തിനോടൊപ്പം പാട്ട് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു. അപ്പൊ ചിന്നു മോളെ, നമുക്ക് ചേച്ചിമാർക്ക് സമ്മാനം കൊടുക്കണ്ടേ? അത് ബിബിൻ ചേട്ടൻ തന്നെ കൊടുക്കട്ടെ അല്ലേ? യെസ്. അപ്പൊ മോള് പോയി സമ്മാനം എടുത്തോ. ബിബിൻ ചേട്ടാ വേഗം പോയോ. നമ്മൾ നൽകുന്നു ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും നല്ല ക്യൂട്ട് സ്മൈലാട്ടോ നിങ്ങളുടെ രണ്ടുപേരുടെയും. അത് താങ്ക് യു. ലൈക്ക് ദാറ്റ്.